രണ്ട് തെറ്റുകൾ. ഒന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അല്ലാഹുവേ ഏത് വഴിയിലും പണം വേണമെന്ന് പറഞ്ഞ് ഹറാമും ഹലാലും നോക്കാതെ നെട്ടോട്ട് ഓടുന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. പലിശക്കെടുക്കുന്നവരുണ്ടല്ലോ, കള്ള് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് പണക്കാരനാകാൻ ലോട്ടറി എടുക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ നീ വാരിക്കൂട്ടിയാൽ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല പൊന്നുമോരെ. നീ നേരത്തെ പോകേണ്ടി വരും ചെറുപ്പക്കാരാ, നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഈ സ്വഭാവമുണ്ടെങ്കിൽ, ഹറാമായ സമ്പത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാ, ഒരു പെണ്ണ് സ്വർഗത്തിലാ. ഏത് പെണ്ണെന്നറിയുമോ? രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവളല്ല, ഖുർആൻ ഓതുന്നവളല്ല, ലക്ഷക്കണക്കിന് ദിക്റുകൾ പറയുന്നവളല്ല. ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇന്ന് വൈകുന്നേര സമയത്ത് വെറും കൈയോടെ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരല്ലേ എന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യ പറയുവോ? ഏതെങ്കിലും ഒരു പെണ്ണ് പറയുവോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തികളെ ചെറുപ്പക്കാരാ, പണം കൂടിക്കഴിഞ്ഞാ പിന്നെ ആർഭാട വിവാഹങ്ങളാണല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാ, എന്തെല്ലാം പേക്കൂത്തുകളാ. അല്ലാഹു തന്ന സമ്പത്ത് അതൊരു പരീക്ഷണ വസ്തുവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മക്കളുടെ കല്യാണത്തിന് സ്വർണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല, ആർഭാടങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അതിരി കടന്നു പോകുന്നല്ലോ. എന്തെല്ലാം അനാചാരങ്ങളാണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട്, പൊന്നുമോരേ, പണത്തിനോടുള്ള ആർത്തി കളഞ്ഞിട്ട് നല്ല ജീവിതത്തിലേക്ക് കടക്കു ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. റസൂലുള്ളാഹി കരയുകയാ. ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വലിക്കുകയാണ്. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി മുസ്അബിനെ നോക്കിയിട്ട് കരയുകയാണ്. മുസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? മുസ്അബേ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞു പോയതാ, നിന്റെ പഴയകാലം ഓർത്തിട്ട് കരഞ്ഞു പോയതാ. അല്ലാഹുവേ, മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു ചെറുപ്പക്കാരാ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാ ധരിച്ചിരുന്നത്. കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. അവസാനം മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ പ്രിയപ്പെട്ട ഉമ്മയറിഞ്ഞു. വീടിനകത്ത് കെട്ടിയിടുകയാണ്, പട്ടിണിക്കിടുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവസാനം മടങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തിട്ടും തന്റെ പൊന്നുമകൻ മടങ്ങാതെ വന്നപ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വെളിയിലിറങ്ങി. ആ സമയത്ത് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മുസ്അബേ, ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല. എനിക്കൊരുപാട് സമ്പത്തുണ്ട് മുസ്അബേ, ഈ മക്കയുടെ പകുതിയും എന്റെതാ മുസ്അബേ. മുസ്അബിന്റെ ഉമ്മ പറയുകയാണ്, ഈ മക്കയുടെ പകുതിയും എന്റെതാ പൊന്നുപോലെ. ഇവിടെ നിന്നിറങ്ങിപ്പോയാ ഒരു രൂപ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരുന്ന കമീസൂരിയട്ട ഉമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട്, ഇമ്മാ, ഇത് നിങ്ങളുടെ സമ്പാദ്യമാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഇറങ്ങിപ്പോകുമ്പോ മുസ്അബിന്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു, മുസ്അബേ,
നീ നശിച്ചു പോകട്ടടാ, ഇനി നീ എന്നെ ഉമ്മ എന്ന് പോലും വിളിക്കല്ലേ, ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാവരല്ലേ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. അള്ളാന്റെ റസൂല് കരഞ്ഞതെന്തിനെന്നറിയുമോ? സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ചു നടന്ന മക്കയിലെ കോടീശ്വരന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്. ആ പുതപ്പിന്റെ കോലമെന്നറിയുമോ? ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാണ്. ആകെ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട്, 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരിക്കുകയാ. ഇനി തയ്ക്കാ സ്ഥലമില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മിസ്സബേ എന്ത് കോലമാ മിസ്സബേ, എന്ത് കോലമാ മിസ്സബേ? യാ റസൂലല്ലാഹ്, ഓരോ സ്ഥലം കീറുമ്പോഴും തച്ചു വെക്കാ വല്ലാത്ത സന്തോഷവാരബിയേ. ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുമോ? മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാരാ, നാളെ സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാരാ. അല്ലാഹുവേ, ഉഹദിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞു മയ്യത്ത് കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഒരു ജനാസ കയ്യിൽ പിടിച്ചുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഒരു ജനാസ കയ്യിൽ പിടിച്ചിട്ട് സഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരുടെ മയ്യത്താ? യാ റസൂലല്ലാഹ്, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്താ നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത് നബിയേ? മയ്യത്ത് പുതിയ തുണി തികയില്ല നബിയേ. സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാര്, പൊന്നുമോനെ മയ്യത്ത് പുതിയ തുണിയില്ല ചെറുപ്പക്കാരാ. തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോ തലവെളിയിലാണ്. പടച്ചവനെ, അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് തലമറച്ചിട്ട് പൊതി സഹാബ. അവസാന തുണി കൊണ്ട് തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. 2 കാലും വെളിയിൽ കിടക്കുകയാ, 2 കാലും വെളിയിൽ കിടക്കുകയാ. തുണിയില്ലല്ലോ, കഫം പൊതിയാ തുണിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പുല്ല് പറിച്ചു കൊണ്ടുവരാറ്, പുല്ല് പറിച്ചു കൊണ്ടുവരാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് മിസ്അബ് ചെറുപ്പക്കാരന്റെ കാലിൽ വെച്ച് കെട്ടുകയാണ്. അവസാന നമസ്കാരം കഴിഞ്ഞു മയ്യത്ത് കബറിനകത്തിറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടങ്ങടിഞ്ഞുപോയി, പുല്ലടിഞ്ഞ് കബറിനകത്ത് വീടുപോയി. കാല് രണ്ടും വെളിയിൽ കാണുകയാണ്. സഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാ തുടങ്ങി. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ പണത്തിന്റെ പുറകെ നെട്ടോട്ടമോടുന്ന യുവത്തവേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കബറിന്റെ ചാരത്തൊരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം വാപ്പാ. ചെറുപ്പക്കാരാ, മരിച്ചാ ഇതുപോലെ മരിക്കണം പോലെ. തന്റെ ജീവിതവും തന്റെ സമ്പത്തും അല്ലാഹു കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. മരിക്കണ്ടേ വാപ്പാ, മരിക്കണ്ടേ പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹിന് ബോധം വന്നപ്പോ അവിടെ നിന്ന് വിളിക്കുന്നു, ആയിഷ ആയിഷ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് ആയിഷ ബീവിയെ വിളിക്കുകയാണ്. ആയിഷ ബീവി ഓടി അടുത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ
ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട് ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല 6 7 ദിർഹം എടുത്തുകൊണ്ട് വന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ള കരയുകയാ, കണ്ണ് നിറയുകയാണ്. ആകെയുള്ള സമ്പാദ്യം കയ്യിൽ വെച്ചിരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ എന്തിനാ കരയുന്നത്? ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനെങ്ങ് മരിച്ചു പോകുന്നതെങ്കിലോ, ആകെയുള്ളതാരേ 6 ദിർഹം ഇതെന്റെ കയ്യിലിരിക്കുമ്പോഴാ ഞാൻ മരിക്കുന്നതെങ്കിലോ നശിച്ചു പോയല്ലോ ആയിഷ, അള്ളാന്റെ മുന്നിൽ ഞാൻ രക്ഷപ്പെടില്ലല്ലോ ആയിഷ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, എന്റെ കണ്ണടയുന്നതിന് മുമ്പേ കൊണ്ടുകൊടുക്ക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല ആകെ കയ്യിലിരുന്ന 6 ദിർഹം എടുത്തുകൊണ്ട് സദഖ കൊടുക്കുകയാണ്. 1 രൂപ പോലും സ്വന്തമില്ലാതെ ആ ലോകത്തിന്റെ നേതാവ് പോയത്. ഒരു 5 നയാ പൈസ പോലും അള്ളാന്റെ റസൂലിന്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു? ആകെയുള്ളത് പോലും വീടിനകത്ത് വിളക്കിലൊടിക്കാനുള്ള എണ്ണ പോലുമില്ലാതെ പട്ടിണി കിടന്നിട്ട് റബ്ബേ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞ പ്രവാചകന്റെ അവസ്ഥ എന്താ? റബീഉൽ അവ്വൽ 12 രോഗം പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വീടിനകത്ത് കിടക്കുകയാ. പെട്ടെന്ന് പ്രവാചകന് രോഗം കൂടി. ആയിഷ ബീബി ഒരു സൈഡിലുണ്ട്, ഫാത്തിമ ബീബി ഒരു സൈഡിലുണ്ട്. രണ്ടുപേരും ഇരുന്ന് കരയുകയാ. റസൂലുള്ള ബോധമില്ലാതെ കിടക്കുകയാ. അങ്ങനെ രണ്ടുപേരും വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ വാതിലൊന്ന് തുറക്കുമോ? റസൂലുള്ളാഹിന്റെ കുടുംബമേ വാതിലൊന്ന് തുറക്കുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വിളിച്ചു പറയുകയാ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, സംസാരിക്കാൻ കഴിയില്ല, എഴുന്നേക്കാൻ കഴിയില്ല, എന്റെ വാപ്പയ്ക്ക് രോഗം കൂടിയിട്ട് കിടക്കുകയാണ്. നിങ്ങളൊന്ന് പോയിട്ട് പിന്നെ ഇന്ന് വരുവോ? നിങ്ങൾ പോയിട്ട് പിന്നെ ഇന്ന് വരുവോ? കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി അപ്പോഴും ഇതുപോലെ വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പയ്ക്ക് രോഗമാ, എന്റെ ഉപ്പാന് സുഖമില്ല, പോയിട്ട് പിന്നെ വാ. കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിൽ സലാം പറയുകയാണ്. റസൂലുള്ള ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ മോളെ സലാം പറയുന്നത്? ആരാ മോളെ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഈ നാട്ടുകാരനല്ല വാപ്പാ, ഇന്ന് പറയാ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ വാതിൽ തുറക്കുമോളെ, വാതിൽ തുറക്കുമോളെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വാതിൽ തുറക്കുമ്പോ കടന്നു വന്നതാരാ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി വന്ന അസ്റായീലിനെ കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുപോലെ പോലെ കരഞ്ഞു പോയെങ്കിലോ, ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെങ്കിലോ, കാണണ്ടേ ചെറുപ്പക്കാരാ, കാണണ്ടേ വാപ്പാ, നമ്മുടെ മുന്നിലും വരുമല്ലോ, നമ്മുടെ മുന്നിലും വരുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അസ്റായീൽ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്റായീലേ, എന്നെ കാണാ വന്നതാണോ? എന്നെ കാണാ വന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാ വന്നതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്റായീലേ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്റായീൽ
എനിക്ക് ജിബ്രീലിനെ വന്ന് കാണണം ഇസ്രായീൽ. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ജിബ്രീലേ, ഞാൻ കരഞ്ഞപ്പോഴും ചിരിച്ചപ്പോഴും എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലോ, നീ എന്റെ കൂട്ടുകാരനാണല്ലോ, എന്റെ അവസാനമായി എന്നെ നീയൊന്ന് യാത്രയാക്കാൻ വരാത്തത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കിടപ്പ് കാണാ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് സന്തോഷത്തോടെ പോകണം ജിബ്രീൽ, എനിക്ക് സമാധാനത്തോടെ മരിക്കണം ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് മലക്ക് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ അല്ലാഹു അവര് പുറത്തു കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റൂഹ് പിടിക്ക ഇസ്രായീൽ, എനിക്ക് സന്തോഷമായ ഇസ്രായീൽ. ഇസ്രായീൽ അലൈഹിസ്സലാം കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. പടച്ചവരെ, വേദന സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, ശരീരം മുഴുവനും വിയർക്കുകയാണ്. വല്ലാത്ത വേദനയാ, വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഇസ്രായീലേ, ഒന്ന് പതുക്കെ പിടിക്കുവോ ഇസ്രായീൽ, എന്നെ കൊണ്ട് സഹിക്കുന്നില്ല ഇസ്രായീൽ, എനിക്ക് വേദനിക്കുന്നു ഇസ്രായീൽ, എനിക്ക് വേദനിക്കുന്നു ഇസ്രായീൽ. ഇസ്രായീൽ അലൈഹിസ്സലാം കരയുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും എന്റെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, ഇന്നുവരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എനിക്കിതിനെക്കാളും മയമായി പിടിക്കാൻ അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് കരയുകയാ. പ്രവാചകൻ ഇങ്ങനെ ചാടി എഴുന്നേക്കും കിടക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട്, റബ്ബേ, വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മടിയിൽ പിടിച്ചു കിടത്തിയിട്ട് വിയർപ്പ് തുടച്ചു കൊടുക്കുകയാ. റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ഫാത്തിമ ബീബി അടുത്തിരുന്ന് ഉപ്പയുടെ കൈകാലുകളെ തടകുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ആയിഷ, റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ, മരണവേദന കുറച്ചു തരാൻ അല്ലാഹുവിനോട് നീ ദുആ ചെയ്യണേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണേ. ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരികയാ. ആയിഷ ബീവിയുടെ കൂടെ പുറപ്പാട്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അബ്ദുറഹ്മാൻ എന്ന സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. 18 വയസ്സുകാരി ആയിഷയ്ക്ക് മനസ്സിലായി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തിനാ നോക്കുന്നത്. അന്ന് ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. അല്ലാഹുവേ, ആ സഹാബി അടുത്തേക്ക് വിളിച്ചു, കയ്യിലിരിക്കുന്ന മിസ്വാക്ക് എടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് മിസ്വാക്ക് എടുത്ത് വെച്ച് കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ ചലിക്കുന്നില്ല, സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്തിട്ട് തന്റെ പല്ലിൽ വെച്ച് കടിക്കുകയാ, നല്ലപോലെ പാകമാക്കി. എന്നിട്ട് എന്റെ പെങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് ഉമ്മച്ചി തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ മാറിടത്തിൽ ഇങ്ങനെ ചാരി നിർത്തിയിട്ട് മഹദി ആയിഷ
ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ, പ്രവാചകന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, റൂഹ് പിടിച്ചരയുടെ ഭാഗം കഴിഞ്ഞു. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാണ്. വീട്ടിലേക്ക് കേറി വരികയാ. റസൂലുള്ള സക്കറാത്തിന്റെ അവസ്ഥയാണ്. റൂഹ് പിടിച്ചരയുടെ ഭാഗം കഴിഞ്ഞു. തന്റെ വളർത്തുമകൻ വീട്ടിലേക്ക് കേറി വരുമ്പോ റസൂലുള്ളാന്റെ കൈ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ഉയർത്തുകയാണ്. ഇങ്ങനെ ഉയർത്തിയിട്ട് തന്റെ മകനോട് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. സാമാ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ സാമാ. അല്ലാഹു എന്റെ മരണവേദന കുറച്ചു തരാറ് റബ്ബനോട് കരുണ കാണിക്കാ. എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു പോയെങ്കിലേ അതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നമ്മളെ കാണണ്ടേ. നമ്മുടെ മുന്നിൽ അസ്റായിൽ വരുമല്ലോ. എല്ലാ കളന്നിട്ട് പോകേണ്ടവരല്ലേ. എങ്ങനെയാ വരുന്നത്? മയ്യത്ത് കുളിപ്പിക്കുന്നവരാണല്ലോ. മരണവേദന സഹിക്കാൻ കഴിയാതെ പലരും കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുമല്ലോ. വല്ലാത്ത വേദനയല്ലേ. അല്ലാഹുവേ, ഒന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇന്നത്തെ ഒരു ദിവസത്തെ പാപം മാത്രം ഒന്ന് എടുത്തു നോക്കുമ്പോഴേ ഇന്നുറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ 10 മണി സമയം വരെ ഇന്നത്തെ ഒരൊറ്റ ദിവസം ചെയ്ത പാപമെന്ന് ചെറുപ്പക്കാരാ. കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ, കൈകൊണ്ട് പിടിച്ചത് പാപമല്ലേ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ, ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമല്ലേ. ഓരോ ദിവസവും കോടാനുകോടി അപരാധം ചെയ്യുന്ന ഞാനും നിങ്ങളുമല്ല. എങ്ങനെയാ മരിക്കുന്നതെന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ. എന്തൊക്കെ അഹങ്കാരമാ പൊന്നുപോരെ, എന്തൊക്കെ പേക്കൂത്തുകളാ പൊന്നുപോരെ. ഇസ്ലാമിനെ നാണം കെടുത്തുന്ന രീതിയിൽ ഇന്നത്തെ യുവതലമുറയുടെ പ്രവർത്തനങ്ങൾ വല്ലാത്തതാണല്ലോ. അല്ല കാണുന്നില്ലേ ചെറുപ്പക്കാരാ, അല്ല കാണുന്നില്ലേ പെങ്ങള്. ആണും പെണ്ണും ഇന്ന് കോലം കെട്ടികെട്ട് പേക്കൂത്തുകൾ കാണിക്കുന്ന കാലത്തുകൂടെ നടന്നു പോകുമ്പോ ഇതെല്ലാം തീരും ചെറുപ്പക്കാരാ. പൊന്നുപോലെ 366 പ്രാവശ്യമേ അസ്റായിൽ നിന്റെ മുഖത്ത് നോക്കൂ. 366 പ്രാവശ്യമേ അസ്റായിൽ നിന്റെ മുഖത്ത് നോക്കൂ. 67ാമത്തെ പ്രാവശ്യം വരുന്നത് നോക്കാനല്ല, നിന്നെ കൊണ്ടുപോകാനാ. ഒന്നെന്റെ ചെറുപ്പക്കാരാ, 360ആയോ 62ആയോ 63ആയോ 65ആയോ. അല്ലാഹുവേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമെന്നുപോരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരുടെ വീട്ടിലാണോ ഹറാമായ സമ്പത്തുള്ളത് അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 366 പ്രാവശ്യമേ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് അസ്റായിൽ നോക്കൂ. 67ാമത്തെ പ്രാവശ്യം നോക്കുന്നത് നിന്നെ കൊണ്ടുപോകാനാണെന്ന് നബിയന റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എണ്ണി നോക്ക് എത്രയായിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ടാകും? 300 കഴിഞ്ഞോ 350 കഴിഞ്ഞോ? അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു, മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക്. മരണവേദന അള്ളാഹു കുറച്ചു തരുമാറാകട്ടെ, അള്ളാഹു കുറച്ചു തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ എപ്പോഴും പറയും പ്രസവത്തിന് വലിയ വേദനയാണ്, പ്രസവ വേദന മരണത്തിന്റെ വേദനയാണെന്നാ പറയണേ. പക്ഷെ 3-4 പ്രാവശ്യം പെറ്റ തള്ളയുടെ ഇന്നത്തെ സ്വഭാവം കണ്ട ഇത് വല്ലതും ഉണ്ടോ? നമ്മളാരും പ്രസവ വേദന അനുഭവിച്ചിട്ടില്ല. മരണവേദന എന്താണെന്ന് ഒരാണിനും അറിയില്ല. പക്ഷെ നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ എത്ര പ്രാവശ്യം അനുഭവിച്ചതാ. ഇന്നും നന്നാവാൻ മനസ്സില്ലല്ലോ.
റജബ് വന്ന് ചെറുപ്പക്കാരാ, റജബ് വന്ന് മക്കളെ അള്ളാഹിനോട് ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ദുആ ചെയ്യാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം ആയുസ്. ഇത്തിരി നേരം കൂടി കുഴപ്പമില്ലല്ലോ, ഞാൻ 10 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. ഇത്തിരി നേരം കൂടി ഇരിക്കാമെങ്കിൽ നല്ല മരണം കിട്ടുന്ന 2 കാര്യം പറഞ്ഞാൽ, മരണവേദന കുറച്ച് കിട്ടുന്ന 2 കാര്യം പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കുവോ? ബാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. പൈസ പിരിവെങ്ങാണ് ഉണ്ടായിരുന്നെങ്കിൽ രാജാക്കന്മാരായി പോയ. പിരിവൊക്കെ എപ്പോഴും ഇങ്ങനെ വേണ്ടത്. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. മനുഷ്യന്മാരെ എവിടെ കിടന്നു മരിച്ചാൽ എന്താ? റോഡിൽ കിടന്നോ, പള്ളിയിൽ കിടന്നോ, വീട്ടിൽ കിടന്നു, എവിടെ കിടന്ന് മരിച്ചാൽ എന്താ? എന്നിട്ട് നല്ലതുപോലെ പോയാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പോകാൻ സമയമായ 3 അടയാളുണ്ടാകുന്ന
മൂന്നടയാളുണ്ടാകുന്ന 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 മൂന്നടയാളുണ്ടാകുന്ന
മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന മൂന്നടയാളുണ്ടാകുന്ന